ഹായ് കുട്ടികളെ, ഇന്ന് നമുക്ക് 10ാം ക്ലാസ് ഹിന്ദി പാഠഭാഗത്തിലെ ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന ചാപ്റ്റർ പഠിക്കാം. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിത വിനോദ് കുമാർ ശുക്ലജി എഴുതിയതാണ്. ഈ കവിതയ്ക്ക് നരേഷ് സക്സേന എന്ന കവി എഴുതിയ മനോഹരമായ ഒരു ആസ്വാദനക്കുറിപ്പാണിത്, അതായത് ഒരു ടിപ്പണിയാണിത്. വിനോദ് കുമാർ ശുക്ല് ആധുനിക ഹിന്ദി എഴുത്തുകാരിൽ പ്രസിദ്ധനാണ്. അദ്ദേഹം 1937 ജനുവരി 1 മധ്യപ്രദേശിലാണ് ജനിച്ചത്. നരേഷ് സക്സേന സമകാലീന ഹിന്ദി സാഹിത്യത്തിലെ ഒരു വ്യത്യസ്തനായ കവിയാണ്. അദ്ദേഹം ജനിച്ചത് മധ്യപ്രദേശിലെ ഗ്വാളിയാറിൽ 1931 ജനുവരി 16 ഇനി ഈ കവികളെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇനി നമുക്ക് കവിത പരിചയപ്പെടാം. हताशा से एक व्यक्ति बैठ गया था, व्यक्ति को मैं नहीं जानता था, हताशा को जानता था, इसलिए मैं उस व्यक्ति के पास गया, मैंने हाथ बढ़ाया, मेरा हाथ पकड़कर वह खड़ा हुआ, मुझे वह नहीं जानता था, मेरे हाथ बढ़ाने को जानता था, हम दोनों साथ चले, दोनों एक दूसरे को नहीं जानते थे, साथ चलने को जानते थे. ഹതാശാ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ, ഒരു വ്യക്തി നിരാശയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. വ്യക്തിക്കോ മേ നെഹിൻ ജാൻതാ ഥാ, ആ വ്യക്തിയെ എനിക്കറിയില്ലായിരുന്നു. കവി ഇവിടെ പറയുകയാണ്, ഒരു വ്യക്തി സങ്കടത്താൽ ഇരിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ആ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഹതാശാക്കോ ജാൻതാ ഥാ, നിരാശ എന്താണെന്ന് എനിക്കറിയാമായിരുന്നു. ഇസ്ലിയെ മേ ഉസ് വ്യക്തി കെ പാസ് ഗയാ, ഇസ്ലിയെ അതുകൊണ്ട് മേ ഉസ് വ്യക്തി കെ പാസ് ഗയാ, ഞാൻ ആ വ്യക്തിയുടെ അടുത്ത് പോയി. മേനെ ഹാത്ത് ബഢായ, ഞാൻ കൈ നീട്ടി. മേര ഹാത്ത് പകഡ്കർ വഹ് ഖടാ ഹുവ, എൻ്റെ കൈ പിടിച്ച് അദ്ദേഹം എഴുന്നേറ്റു. മുझे വഹ് നെഹിൻ ജാൻതാ ഥാ, എന്നെ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. മേരെ ഹാത്ത് ബഢാനെ കോ ജാൻതാ ഥാ, ഞാൻ കൈ നീട്ടിയത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഹം ദോനോം സാത്ത് ചലേ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നടന്നു. ദോനോം ഏക് ദൂസരെ കോ നെഹിൻ ജാൻതേ ഥേ, രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചൽനെ കോ ജാൻതേ ഥേ, ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. വളരെ സിമ്പിളായ വേർഡ്സ് ഉപയോഗിച്ചിട്ടാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഇത്രയും മനോഹരമായ കവിത സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന രീതിയിലാണ് കവി അവതരിപ്പിച്ചിരിക്കുന്നത്. കവി ഈ കവിതയിൽ കൂടി പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വ്യക്തിയെ നാം സഹായിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ പേരോ അഡ്രസ്സോ ഒന്നും നാം അറിയണമെന്നില്ല. നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ് വേണം എന്ന് മാത്രം. മനുഷ്യരുടെ ഇടയിൽ മനുഷ്യത്വം എന്ന തോന്നൽ ഉണ്ടാവണം എന്നാണ് കവി ഈ കവിതയിൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ കവിതയ്ക്ക് നരേഷ് സക്സേന നൽകിയ വ്യാഖ്യാനം നോക്കാം. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनगढ़ता के लिए विख्यात है. മൗലികത എന്ന് പറഞ്ഞാൽ തനിമ, വിഖ്യാത് പ്രസിദ്ധം, ഫേമസ്. വിനോദ് കുമാർ ശുക്ല് മൗലികതയോടൊപ്പം തന്നെ ഭാഷാഘടനയിലും പ്രസിദ്ധനാണ്. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं. किंतु इस कविता में, എന്നാൽ ഈ കവിതയിൽ मौलिक होने के साथ ही वे काव्य शिल्प के सिद्ध कवि की तरह भी दिखाई देते हैं, എന്നാൽ ഈ കവിതയിൽ മൗലികതയോടൊപ്പം തന്നെ കാവ്യശില്പത്തിലെ പൂർണ്ണത നേടിയ, അതായത് കഴിവ് നേടിയ കവിയെ പോലെയും കാണപ്പെടുന്നു. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार नहीं है. ദർക്കാർ എന്ന് പറഞ്ഞാൽ ആവശ്യം. അദ്ദേഹത്തിൻ്റെ കവിതയുടെ അർത്ഥം വളരെ ലളിതവും സ്വാഭാവികവുമായതുകൊണ്ട് ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ഇവിടെ പറയുന്നത്. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं.
ലളിതമായ വാക്കുകൾ കൊണ്ടുണ്ടാക്കിയ വാക്യങ്ങൾ സ്വയമേ അവയുടെ സാരമാണ്, അതായത് കണ്ടന്റ് ആണ് പറയുന്നത്. व्यक्ति को मैं नहीं जानता था, हताशा को जानता था कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं जो व्यक्ति के नाम, पते, उम्र, ओहदे या जाति से जानने को जोड़ती है. रूढ़ी എന്ന് പറഞ്ഞാൽ രീതി, തോട് ദേന പൊട്ടിക്കുക, പതേ അഡ്രസ്, ഉമ്ര വയസ്സ്, ഓഹദെ പദവി, ജാതി എന്ന് പറഞ്ഞാൽ മതം, വർഗം ഇവയാണ് സൂചിപ്പിക്കുന്നത്. വ്യക്തിയെ ഞാൻ അറിയുന്നില്ലായിരുന്നു, നിരാശയെ അറിയുന്നുണ്ടായിരുന്നു. ഈ പറഞ്ഞതിലൂടെ അദ്ദേഹം അറിയുക എന്നുള്ള നമ്മുടെ പരിചിതമായ പാരമ്പര്യത്തെ തകർക്കുകയാണ്. അത് ഒരു വ്യക്തിയുടെ പേര്, വിലാസം, വയസ്സ്, പദവി അല്ലെങ്കിൽ ജാതിയെ അറിയുന്നതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता, उसके संकट से नहीं जानते तो हम कुछ नहीं जानते. यदि हम किसी व्यक्ति को उसकी हताशा, निराशा, असहायता या उसके संकट से नहीं जानते तो हम कुछ नहीं जानते. നമ്മളൊരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ നിരാശ, സങ്കടം, നിസ്സഹായത ഇവ ഒന്നുകൊണ്ടും തിരിച്ചറിയുന്നില്ല എങ്കിൽ നമ്മൾ ശരിക്കും അയാളെ അറിയുന്നില്ല. സടക് पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते. സടക്ക് എന്ന് പറഞ്ഞാൽ റോഡ്, ഘായൽ മുറിവ്. സടക് पर घायल पड़े अपरिचित व्यक्ति को देखकर क्या हम कह सकते हैं कि उसे हम नहीं जानते. വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന ഒരാളെ കണ്ടിട്ട് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും നമുക്ക് അയാളെ അറിയില്ല എന്ന്. वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है और इसे हमारी मदद की ज़रूरत है. यह कविता मनुष्य को मनुष्य की तरह जानने की याद दिलाती है. वास्तव में हम जानते हैं कि यह व्यक्ति मुसीबत में है. मुसीबत എന്ന് പറഞ്ഞാൽ അപകടം. और इसे हमारी मदद की ज़रूरत है. മദദ് എന്ന് പറഞ്ഞാൽ സഹായം. വാസ്തവത്തിൽ നമുക്ക് അറിയാൻ പറ്റുന്നത് ആ വ്യക്തി ബുദ്ധിമുട്ടിലാണെന്നും നമ്മുടെ സഹായം ആ വ്യക്തിക്ക് ആവശ്യമുണ്ട് എന്നുമാണ്. യഹ് കവിത മനുഷ്യക്കോ മനുഷ്യക്ക് തരഹ് ജാന്നേക്ക് യാദ് ദിലാത്തി ഹെ. യാദ് ദിലാന എന്ന് പറഞ്ഞാൽ ഓർമ്മപ്പെടുത്തുക. ഈ കവിത മനുഷ്യനെ പോലെ തിരിച്ചറിയുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. കവിത ലഗാതാർ നെഹിം ജാന്നെ ഔർ ജാന്നെ കാ ബയാൻ കർത്തി ജാത്തി ഹെ. കവിത ലഗാതാർ എന്ന് പറഞ്ഞാൽ നിരന്തരം, നെഹിം ജാന്നെ ഔർ ജാന്നെ കാ ബയാൻ കർത്തി ജാത്തി ഹെ. ബയാൻ കർണ എന്ന് പറഞ്ഞാൽ വർണ്ണിക്കുക. അതായത് ഈ കവിതയിൽ തുടർച്ചയായി അറിയില്ല, അറിയുക എന്നീ വാക്കുകൾ വന്നിരിക്കും. ശില്പിക്ക് ഇസ് ബാരീക് കാരിഗരിക്കോ ദേഖേം. ബാരീക് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ, കാരിഗരി ശില്പവിദ്യ അല്ലെങ്കിൽ നിർമ്മാണ കൗശലം. ശില്പിക്ക് ഇസ് ബാരീക് കാരിഗരിക്കോ ദേഖേം. ഈ കവിതാശില്പത്തിൻ്റെ സൂക്ഷ്മമായ ശില്പവിദ്യ നമുക്ക് നോക്കാം. വഹ് മുझे नहीं जानता था, हाथ बढ़ाने को जानता था, हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे, यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह बार बार लौटता है. वह मुझे नहीं जानता था, हाथ बढ़ाने को जानता था, हम एक दूसरे को नहीं जानते थे, साथ साथ चलना जानते थे, यह नहीं जानना और जानना कविता में किसी लोकगीत के स्थाई की तरह ബാർ ബാർ ലൗട്ട്താ ഹെ. ലോകഗീത് എന്ന് പറഞ്ഞാൽ നാടൻ പാട്ട്. ഈ കവിതയിൽ അയാളെ എനിക്കറിയില്ലായിരുന്നു, കൈകൾ നീട്ടിയത് അറിയാമായിരുന്നു, ഞങ്ങൾക്ക് പരസ്പരം അറിയില്ലായിരുന്നു, എന്നാൽ ഒരുമിച്ച് നടക്കാൻ അറിയാമായിരുന്നു. ഈ വരികളിലെല്ലാം നെഹിം ജാന്ന അഥവാ അറിയില്ല, ജാന്ന അഥവാ അറിയാം എന്നീ വാക്കുകൾ ഏതോ നാടൻ പാട്ടിൻ്റെ വരികൾ പോലെ ആവർത്തിച്ചാണ് വരുന്നത്. ഗദ്യമേ ലിഖി ഹുയി കിസി കവിതാ മേ ലിറിക്കൽ യാ ഗീതാത്മകതാ കാ ബോധ് इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा.
गद्य में लिखी हुई किसी कविता में लिरिकल या गीतात्मकता का बोध इस खूबी के साथ हिंदी की किस कविता में आया है याद नहीं आ रहा. ഗദ്യരൂപത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഹിന്ദിയിലെ ഏതെങ്കിലും ഒരു കവിതയിൽ ഇത്ര ഭംഗിയായി കാവ്യഭംഗിയും താളാത്മകതയും ഉണ്ടോ എന്ന് ഓർമ്മ വരുന്നില്ല എന്നാണ് നരേഷ് സക്സേന ഇവിടെ പറയുന്നത്. ജയ്സെ കിസി ഗസൽ में आखिरी शेर के आखिरी शब्द श्रोताओं की जुबान पर आपसे आप आ जाते हैं, वैसे ही इस कविता के अंतिम शब्द यानी साथ साथ चलना के बाद यदि कविता पाठ रोक दिया जाए तो सुनने वाले खुद वाक्य पूरा कर देंगे और कहेंगे जानते दे. ഏതെങ്കിലും ഒരു ഗസലിൻ്റെ അവസാനത്തെ വരിയിലെ അവസാനത്തെ ശബ്ദം കേൾക്കുന്നവരുടെ നാവിൻ തുമ്പത്ത് സ്വയം വരികയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ കവിതയിലെ അവസാന വാക്കായ ഒരുമിച്ച് നടക്കുക എന്ന് പറഞ്ഞ് കവിത അവസാനിക്കുകയാണെങ്കിലും കേൾക്കുന്നവർ സ്വയം തന്നെ അറിയാമായിരുന്നു എന്ന് ബാക്കി പൂർത്തിയാകും. അതായത് സാത്ത് സാത്ത് ചല്ല എന്ന് പറഞ്ഞ് ഈ കവിത നിന്നു പോവുകയാണെങ്കിലും, ഒരു പക്ഷേ ഈ കവിത അവിടെ വെച്ച് നിന്നു പോവുകയാണെങ്കിലും കേൾക്കുന്നവർ ജാൻതേ ധേ എന്ന് പറഞ്ഞ് ഈ കവിത പൂർത്തിയാക്കും. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से बदल देती है. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. यह कविता जानना शब्द के रूढ़िग्रस्त अर्थ को पूरी तरह से ബദൽ ദേത്തി ഹെ. ഈ കവിത അറിയുക എന്ന വാക്കിൻ്റെ പരമ്പരാഗതമായ അർത്ഥത്തെ പൂർണ്ണമായും മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. इस कविता की पहली 2 पंक्तियों में ही कवि अपनी पूरी बात कह देता है. ഈ കവിതയിലെ ആദ്യത്തെ 2 വരികളിൽ തന്നെ കവി തൻ്റെ മുഴുവൻ കാര്യവും പറയുന്നുണ്ട്. शेष पंक्तियाँ उसी कहे गए को और सघन और गहरा करती है. ശേഷമുള്ള വരികൾ ആ പറഞ്ഞവയെ ഉറപ്പുള്ളതും ആഴത്തിലുമാക്കുകയാണ് ചെയ്യുന്നത്. ഗഹര എന്ന് പറഞ്ഞാൽ ആഴത്തിലുള്ളത്, സഖൻ എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളത്. कविता का संदेश है कि 2 मनुष्यों के बीच मनुष्यता का एहसास यानी मानवीय संवेदना होना ज़रूरी है, जानकारियाँ ज़रूरी नहीं है. കവിത നൽകുന്ന സന്ദേശം ഇതാണ്: 2 മനുഷ്യർക്കിടയിൽ മാനവീയതയും മനുഷ്യത്വവുമാണ് വേണ്ടത്, അല്ലാതെ മറ്റുള്ളവരെക്കുറിച്ചുള്ള അറിവുകൾ അത്യാവശ്യമല്ല. किंतु यह संदेश कविता में उपदेश की तरह नहीं आता. പക്ഷേ ഈ സന്ദേശം കവിതയിൽ എവിടെയും ഒരു ഉപദേശമായി വരുന്നില്ല. പകരം കവി ഇവിടെ കവിയുടെ അഭിപ്രായം വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കവി നമുക്കൊരു ഉപദേശം നൽകുകയല്ല ചെയ്തിരിക്കുന്നത് എന്നാണ് നരേഷ് സക്സേന ഇവിടെ പറയുന്നത്. ഈ കവിതയിൽ നിന്ന് നിങ്ങൾ കുട്ടികൾ എന്ത് സന്ദേശമാണ് ഉൾക്കൊള്ളേണ്ടത്? മനുഷ്യനെ മനുഷ്യനായി തന്നെ തിരിച്ചറിയുക, അവരുടെ നിരാശയെയും നിസ്സഹായതയെയും മനസ്സിലാക്കി നാം സഹായിക്കാൻ തയ്യാറാവുക. ഈ പാഠഭാഗം നിങ്ങൾക്കെല്ലാവർക്കും നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും നന്നായി പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.